ഇപ്പം പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അത് പ്രതിഫലിക്കാത്തത് ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വടകര മണ്ഡലം? എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും വ്യക്തമായ അഭിപ്രായമില്ല. അവർ നിരവധി തവണ ആലോചിച്ച് അവസാനമാകുമ്പോഴേക്കും ആ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ട് മാറുകയാണ്. കോൺഗ്രസ് ആണ് ആദ്യം പ്രതികരിക്കേണ്ടത്, പക്ഷേ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. നമുക്കാരോടെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടല്ല. പൗരത്വ ഭേദഗതി ഈ നാട്ടിൽ നാനാജാതി മതസ്ഥർ 5-6 മതങ്ങളുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ഇവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ മനുഷ്യർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു കാലത്തും സമാധാനമില്ലാത്തൊരിടായിട്ട് മാറും. കോൺഗ്രസ് ഗാന്ധിജിയെ മറക്കുന്നു, കോൺഗ്രസ് നെഹ്റുവിനെ മറക്കുന്നു. അവരുടെ ആശയഗതികളൊന്നും ഇപ്പോൾ കോൺഗ്രസിനില്ല. അതുകൊണ്ട് മതേതരത്വം എന്നെല്ലാം പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ പോലും അതിലിടപെടാൻ പോലും മനസ്സുള്ളവരല്ല കോൺഗ്രസ് നേതാക്കൾ. വെറുതെ അല്ല കോൺഗ്രസ് തകർന്നു പോയത്, ഈ ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൻ്റെ. കുറ്റ്യാടി, നാദാപുരം ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്, വളരെ നിർണായകവുമാണ്. ദേശീയ പൗരത്വം അടക്കമുള്ള വിഷയങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യരുത് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെന്നൊരു ആരോപണം മുന്നോട്ടിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇതൊന്നും ചർച്ച ചെയ്യാൻ. എനിക്കറിയില്ല. ഞങ്ങൾ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഫേവർ ചെയ്യാനല്ല പറയുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ സമാധാനത്തോടെ ജീവിക്കണം. ഞങ്ങളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കേരളത്തെ തന്നെയാണ് കാണുന്നത്. ഒരു പറമ്പിൽ അമ്പലമുണ്ട്, അടുത്ത പറമ്പിൽ മോസ്ക് ഉണ്ട്, അടുത്ത പറമ്പിൽ ചർച്ചുണ്ട്. വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനകൾ നടക്കുന്നു, അസഹിഷ്ണുതയില്ല. ട്രൂ കേരള സ്റ്റോറി അതാണ്. ആ സഹിഷ്ണുത ഇന്ത്യയിലുടനീളം ഉണ്ടായാൽ യാതൊരു പ്രശ്നവുമില്ല. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്, എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ്. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു, ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി. അതെ, ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട്. തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത്, ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. ആ മുസ്ലിം ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് വേർതിരിവുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് വഴിമാറ്റാൻ വേണ്ടിയാണ് ബോധപൂർവം അക്രമ രാഷ്ട്രീയം എന്ന പ്രാദേശിക വിഷയം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. കോൺഗ്രസിന് ദുർബലതയാണ്, ഒന്നും കിട്ടുന്നില്ല. ഇലക്ഷന് ജനങ്ങളെ എങ്ങനെ സമീപിക്കണം, ഞങ്ങൾക്ക് ആ ചാഞ്ചല്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഒന്ന് ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ മതേതരത്വം, ജനാധിപത്യം, അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദം വരണം. 2 കേരളത്തിന്റെ വികസനമാണ്. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഫാർ ബെറ്ററായി മാറി. കാരണം കൊടും പട്ടിണിയില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സ്കൂളുണ്ട്, ചികിത്സിക്കാൻ ആശുപത്രിയുണ്ട്, പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിന് ഇന്ത്യ പിന്നിലാണ്. സമകാലിക പ്രശ്നമുണ്ട് കേരളത്തിന്. ഇപ്പം ബീഹാറിൽ എക്സ്ട്രീം പോവർട്ടി 30% ആണെങ്കിൽ കേരളത്തിൽ 0.7% ആളുകളിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതും 25 കൂടി എക്സ്ട്രീം പോവർട്ടി തീരെ നമ്മൾ ഇല്ലാതാക്കും. അവർക്ക് 2 മാസത്തെ പെൻഷൻ വരാൻ പോകുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നികുതി വിഹിതം, ഫെഡറൽ വ്യവസ്ഥ എല്ലാവർക്കും അറിയാലോ. ചിലർ പറയും നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളെന്താ കേന്ദ്രം എന്ന് പറയുന്നതെന്ന്. കേന്ദ്രത്തോട് വേറെ ശത്രുത ഉണ്ടായിട്ടല്ല. നമ്മൾ പറയുന്നത് ഇവിടുത്തെ നികുതി സിസ്റ്റം എങ്ങനെയാണ്, കേന്ദ്രത്തിലേക്ക് സ്വരൂപിക്കുന്നു, കേന്ദ്രം ഷെയർ തരുന്നു ഭരിക്കാനുള്ളത്. എത്ര തരണം? ഞങ്ങൾ കുറേ കാലമായിട്ട് LDF, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒക്കെ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മാറ്റണം. സ്റ്റേറ്റുകൾ കുറേയും കൂടി ശക്തമാകണം. നല്ല സ്ട്രോങ് സ്റ്റേറ്റ് ഉണ്ടായാലേ സ്ട്രോങ് സെൻറ്റർ ഉണ്ടാവുള്ളൂ. സെൻട്രൽ മാത്രം ശക്തം, സ്റ്റേറ്റുകൾ ദുർബലം. അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതി വിഹിതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ 70% തിരിച്ചു തരണം. ഇവിടെയാണല്ലോ ക്ഷേമ പദ്ധതികളും എല്ലാം നടക്കേണ്ടത്. പക്ഷെ 50% തരണ്ടേ? തരുന്നില്ല. കോൺഗ്രസ് തന്നിട്ടില്ല. കോൺഗ്രസ് ഇതേ സമീപനമല്ലേ സ്വീകരിച്ചത്? എല്ലാം അവിടെ പിടിച്ചു വെക്കുക, സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുക. ശക്തരായ സംസ്ഥാനങ്ങൾ എന്നതായിരിക്കും പാർലമെന്റിലേക്ക് എത്തിയാൽ ശൈലജ ടീച്ചർ അടക്കം CPM സ്വീകരിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ലൈൻ. കേന്ദ്രവും ശക്തമാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ശൈലജ ടീച്ചർ വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിലുള്ള പ്രചരണം നമ്മൾ ഈ ചർച്ചയിൽ വരുന്ന സമയത്ത് തന്നെ അന്ന് കാലത്ത് നിപ്പയും കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ PPE കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനം ശക്തമാക്കുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി ആ പ്രചരണം.
അത് ടീച്ചറിന് മാനസികമായൊരു വിഷമം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചത് സംതിങ് പേഴ്സണലാണ്. പൊളിറ്റിക്കലായ ആരോപണങ്ങൾ ഉണ്ടാവാം, അപ്പോൾ നിയമസഭയിലാണെങ്കിലും മറ്റുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം നാട്ടിലെ ജനങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ടീച്ചറിനെതിരെ വ്യക്തിപരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. PPE കാര്യത്തിൽ കളവ് പറഞ്ഞു എന്നാണ്. ഡോക്ടറെ, ഇതിലൊരു കാര്യമുണ്ട്. ഈ നിപ്പ കോവിഡ് കാലഘട്ടത്തിൽ ഞാനായിരുന്നു ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ജനങ്ങളുടെ ഇടയിലിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴല്ല, യാത്രക്കടിയിലും മറ്റും ട്രെയിനിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒക്കെ എയർപോർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുമല്ലോ. എന്നോട് പലരും എൻ്റെ അടുത്ത് വന്നിട്ട്, ടീച്ചർ ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയല്ല, പക്ഷേ അന്ന് നടത്തിയ പ്രവർത്തനം ഉണ്ടല്ലോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട്, ടീച്ചറിനോട് സ്നേഹമുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ നാട്ടിലെ മുഴുവൻ ജനവും അങ്ങനെ പറയുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എനിക്കറിയാം ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കാൻ കാരണം വളരെ ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമായതുകൊണ്ട് തന്നെയാണ്. അതിനെ ഇവർക്ക് ആക്ഷേപം വഴി തേച്ചു മായ്ച്ച് കളയാനൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ് എന്നെ വ്യക്തിപരമായിട്ട് ഹരാസ് ചെയ്യുക? ഈ ആരോപണം ആരാണ് ഡോക്ടർ ഉന്നയിച്ചത്? അസംബ്ലിയിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു, വ്യക്തമായി മറുപടി പറഞ്ഞു എന്താ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പറഞ്ഞല്ലോ 1500 രൂപക്ക് PP കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അന്ന് മാർക്കറ്റിൽ ആ വിലക്കേ കിട്ടുള്ളൂ, ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി നോക്കിയിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം ഈ ഡ്രസ്സ് ഇട്ടാൽ രോഗത്തിൽ നിന്ന് പ്രതിരോധം കിട്ടണം. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനാണ് മുൻഗണന, ആരോഗ്യ പ്രവർത്തകർക്ക്. അവർ മരിച്ചു വീണാൽ രോഗി ആരാ നോക്കുക? അതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ ഇത് അപ്രത്യക്ഷമായി, വില കൂടി. അപ്പോൾ ഒരു കമ്പനിയുടെ അടുത്ത് കുറച്ചുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി മീറ്റിംഗ് ചേർന്ന് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. 50,000 കിറ്റിനാണ് ഓർഡർ ചെയ്തത്. എനിക്കന്ന് തോന്നിയത് 1 ലക്ഷമെങ്കിലും പെട്ടെന്ന് വാങ്ങണ്ടേ. കാരണം ഇത് ഒരാൾ 4 എണ്ണം ഉപയോഗിക്കേണ്ടി വരും ഒരു ദിവസം. 2-3 മണിക്കൂർ ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഉപയോഗിച്ചത് തിരിച്ചുപയോഗിക്കാൻ പറ്റില്ല, കഴുകിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, അത് ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ ലക്ഷക്കണക്കിന് PP കിറ്റ് ആവശ്യമാണ്. ഞാൻ അന്ന് ചോദിച്ചു കമ്മിറ്റിക്കാരോട് കുറച്ചധികം ഓർഡർ ചെയ്തൂടെ. അപ്പോൾ അവർ പറഞ്ഞു കമ്പനിയുടെ അടുത്ത് കുറച്ചേ സ്റ്റോക്കുള്ളൂ, എല്ലാ കൺസ്യൂമേഴ്സിനെയും അവർക്ക് തൃപ്തിപ്പെടുത്തണം, അതുകൊണ്ട് അത്ര തരില്ല, നമുക്ക് കുറച്ചധികം തരാൻ പറയാം. അങ്ങനെയാണ് 50,000 നമ്മൾ ചോദിച്ചു വന്നിട്ടും 15,000 കിട്ടിയുള്ളൂ. പിന്നെ ആ 15,000 ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ റോ മെറ്റീരിയലൊക്കെ സംഘടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കുറച്ചെണ്ണം മാർക്കറ്റിൽ തുടങ്ങി. അപ്പോൾ വില കുറഞ്ഞു, 860 രൂപ ആയി. ആ സമയത്ത് ഈ കമ്പനിയോട് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്യണം. അവർക്ക് വേണമെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നൊക്കെ പറയാം. നമ്മൾ 50,000 കോൺട്രാക്ട് എടുത്തതാണല്ലോ, പിന്നെ കരാർ സൈൻ ചെയ്തതാണല്ലോ. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിലക്ക് വാങ്ങാൻ പറ്റില്ല, മാർക്കറ്റിൽ ഇപ്പോൾ 860 35,000 ഓർഡർ ഇവരാരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്തത്? ഞങ്ങൾ ക്യാൻസൽ ചെയ്തതല്ലേ. ഈ കാര്യം അസംബ്ലിയിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു. എന്നിട്ട് ഒരു കോൺഗ്രസ്സുകാരിയെ കൊണ്ടൊരു കേസ് പിടിപ്പിച്ചു. UDF ആണ്. കോടതി പോലും ഒരു ഘട്ടത്തിൽ ലോകായുക്ത പോലും പറഞ്ഞു നിങ്ങൾക്കൊരു തെളിവുമില്ല, നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നുള്ള വിധി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് എന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തകർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാവും, അവർ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കും. അപ്പം നിപ്പ റാണി, കോവിഡ് കള്ളി, ഇതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സമയത്തുണ്ടായിരുന്നത്. സമാനമായ രീതിയിലുള്ള പ്രചരണം വരുമ്പോൾ ഞാൻ വ്യക്തിപരമായി രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇതൊരു പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമാണ്. വേദന തോന്നാറുണ്ടോ മനസ്സിന്? പിന്നോട്ടടിക്കാറില്ല ഡോക്ടർ അരുൺ, പക്ഷേ വിഷമം തോന്നാറുണ്ട്. ഞാൻ ഗാന്ധിജി പറഞ്ഞതുപോലെ ഗാന്ധിജി ഒന്നും ആവാൻ നമുക്കൊന്നും പറ്റില്ലല്ലോ. ക്യാരക്ടറാണ് ഏറ്റവും പ്രധാനം. ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അതാണ്. നമ്മുടെ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം. ആ വ്യക്തിത്വം കളഞ്ഞു കുളിച്ചിട്ട് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.